അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തനബി തങ്ങൾ പറയാൻ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, അല്ലാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ലാഹു നോക്കുന്നേ ഇല്ല. വലാകിൻ, പിന്നെയോ, യൻദുറു, അല്ലാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താ മനസ്സിലെ നിയ്യത്ത്, ഇത് അല്ലാഹു നോക്കും എന്നല്ല നിങ്ങളുടെ രൂപം. ഇപ്പം ഇന്ന് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മേക്കപ്പും വല്ലാണ്ട്, ചെറിയ മക്കളടക്കം ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പുറത്തിറങ്ങൂല, അല്ലെങ്കിൽ ചുരുക്കയക്കണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ പുറത്തിറങ്ങുക. എന്തേ, കുട്ടികൾക്ക് ഭയങ്കര അതൊരു എല്ലാ ജനറേഷനിലും ഉണ്ടാവും. പക്ഷെ കൂടുതലായിട്ട് ഫിസിക്കൽ അപ്പിയറൻസ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക, ഓവറായിട്ട് വേണ്ട. ഖബറിലേക്ക് കൊണ്ടുപോക്കാൻ പോകുന്ന സാധനമാണിത്. ഓക്കെ, അള്ളാഹു ഇതിലേക്കൊന്നും, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുന്നത് നിങ്ങളുടെ ഖൽബിലേക്കാണ്, പിന്നെ നിങ്ങളുടെ കർമ്മത്തിലേക്കുമാണ്. നിങ്ങളുടെ ലുക്ക് എന്താണ്, നിങ്ങളുടെ ബ്രാൻഡ് കുപ്പായം ബാൽമൻ പാരീസാണ്, ഇതൊന്നും അള്ളാഹ് നോക്കണില്ല. നിങ്ങളിത് ലോക്കൽ ബ്രാൻഡ് ഇട്ട് നടന്നു, അതൊന്നും അള്ളാൻ്റെ മുമ്പിൽ ഇത് വിഷയമുള്ള കാര്യമല്ല. നിങ്ങളുടെ ബ്രാൻഡ് അള്ളാഹു നോക്കുന്നില്ല. നിങ്ങളുടെ പിന്നെ വാച്ച് ഏത് കമ്പനിയാണ്. ചിലർക്ക് റോളക്സ് കെട്ടിയിടുന്നാൽ ചോദിക്കാൻ അവർക്ക് ഭയങ്കര സങ്കടമാവും. ഇത് റോളക്സ് അല്ല കേട്ടോ, ഇത് വേറെ. അപ്പോൾ എന്ത് വെച്ചാൽ എത്ര ലക്ഷം ഉറുപ്പ്യാണത്? 1 ലക്ഷം ദിർഹമിനൊക്കെ, 1.5 ലക്ഷം 2 ലക്ഷം ദിർഹമിനൊക്കെയാണ് വാച്ചുകൾ. അതിലും വലിയ വിലയുള്ളതുണ്ട് കേട്ടോ. 3 മില്യനൊക്കെ വാച്ചുകളുണ്ട്. ആകെ ഓൽക്കും സമയം 5 മിനിറ്റ് തന്നെ, നമുക്കും 5 മിനിറ്റ് കണക്ക് തന്നെയാണ്. നല്ല ആ വാച്ചിനനുസരിച്ച് ടൈം വേറെ കിട്ടുന്നില്ലല്ലോ, 24 മണിക്കൂറേ അവർക്കും ഉള്ളൂ. അപ്പോൾ അതൊന്നും അള്ളാഹ് നോക്കണില്ല, പടച്ചോൻ നോക്കും നിങ്ങളുടെ ഖൽബിലേക്കാണ്. ഇത് ശരിക്ക് ഇത് വല്ലാത്തൊരു ഒരു അത്ഭുതപ്പെടുത്തുന്ന ആശയമാണ്. അതുകൊണ്ട് സാധാരണക്കാരനും മുതലാളിയും VIP-യും പിന്നെ അല്ലാത്തവരും ഒക്കെ അള്ളാൻ്റെ മുമ്പിൽ ലൈക്ക് ദ ടീത്ത് ഓഫ് എ കംപ്, നമ്മുടെ ചീർപ്പിൻ്റെ പല്ല് പോലെയാണെന്ന്. ആ ലെവലിൽ ഒരേപോലെ, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബ്രാൻഡ് എന്തതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. ഒരു മനുഷ്യൻ ബ്രാൻഡ് ധരിക്കുന്നത് മോശം ഉണ്ടായിട്ടല്ലേ. അള്ളാഹുവിൻ്റെ നിഅമത്ത് കാണുന്നത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ട്, നല്ല ബ്രാൻഡ് ധരിച്ചോളൂ, അഹങ്കരിക്കാൻ ഞാൻ മതി. നിങ്ങൾക്ക് പൈസ ഉണ്ടെന്ന് കയറി പറഞ്ഞ് ലോക്കലിട്ട് അടക്കുക, അങ്ങനെ ചെയ്യേണ്ട. അത് പിഷ്കന്മാരുടെ പരിപാടി. ഒരു ജീവിക്കൂല, അനുഭവിക്കൂല. ഹലാല അനുഭവിക്കാമല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ബ്രാൻഡുകളോ നിങ്ങളുടെ വാഹനമോ നിങ്ങളുടെ വീടോ നിങ്ങളുടെ പത്രാസോ ഇതൊന്നും അള്ളാഹ് നോക്കണില്ല. അള്ളാഹ് നോക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ കർമ്മത്തിലേക്കുമാണ്. അത് നിങ്ങൾ ശരിയാക്കിക്കോളി. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. പക്ഷേ നാവ് തുറന്നാൽ ചെവി കേൾക്കാൻ പറ്റാത്ത വർത്താനം പറയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഫിത്ന ഉണ്ടാക്കുന്ന പണിയേ ചെയ്യുള്ളൂ. എന്ത് കാര്യം അതുകൊണ്ട് ഹൃദയവും കർമ്മവും നിങ്ങൾ ശുദ്ധിയാക്കണേ. അള്ളാഹുവിൻ്റെ മഹല്ലിൻ നദർ അവിടെയാണ്, അള്ളാഹു നോക്കുന്നത് അങ്ങോട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. മനസ്സിലായല്ലോ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യൻദുറു അല്ലാഹു നോക്കുന്നില്ല, ഇലാ സുവരിക്കും നിങ്ങളുടെ സൂറത്തിലേക്ക് നോക്കുന്നില്ല, വ അംവാലിക്കും നിങ്ങളുടെ മാലിലേക്ക്. മാല് സമ്പത്ത്, അംവാല് സമ്പത്തുകൾ. അറബിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ചില വാക്കുകൾക്ക് പ്ലൂരലുണ്ട്. സമ്പത്തുകൾ എന്നും മലയാളത്തിൽ പറയില്ല ശരിക്കും. അറബിയിൽ മാ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്, മിയാഹ് എന്ന് പറഞ്ഞാൽ വെള്ളങ്ങൾ എന്നാണ്. വെള്ളങ്ങളൊക്കെ കുടിച്ചോന്നവരെ ചോദിക്കുമോ? വെള്ളം കുടിച്ചോന്നല്ലേ ചോദിക്കുള്ളൂ. പക്ഷെ അറബിയിൽ ചില വാക്കുകൾക്ക് പ്ലൂരലുണ്ട്. അതുപോലെ പെട്ടതാണ് അംവാലിക്കും. വലാകിൻ, പിന്നെയോ, യൻദുറു അല്ലാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും, ഖുലൂബ് ഹൃദയത്തിലേക്കാണ്, ഹൃദയങ്ങളിലേക്കാണ്, വ അഅമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ്.